ദോഷിയായിരിക്കും നമ്മളെ, പാപിയായിരിക്കും നമ്മളെ തേടി, ആ പരിശുദ്ധനായിരിക്കുന്നവൻ സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് നമ്മളെ തേടി കടന്നു വന്നു. എന്തിന്? നമ്മളുള്ള സ്നേഹം വെളിപ്പെടുത്താന്. എന്താണ് നമ്മളുള്ള സ്നേഹം വെളിപ്പെടുത്താനുള്ള കാരണം? എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ പാപമുള്ളവരായതുകൊണ്ട്, ദൈവം പാപമില്ലാത്തവനായതുകൊണ്ട്, ആ പാപമില്ലാത്ത ദൈവത്തോടുകൂടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം പാപിയായിരിക്കും നമുക്ക് ആ ദൈവത്തോടു കൂടെയുള്ള നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ, ആ സ്വർഗീയ വാസത്തിലേക്ക് പോകുവാൻ പാപിയായിരിക്കും നമുക്ക് കഴിയാത്തത് കൊണ്ട് ആ പാപികളെ തേടിയത്രേ ദൈവത്തിന്റെ സ്നേഹം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിരവധിയായിരിക്കുന്ന പ്രസംഗം നിങ്ങൾ എന്റെ വായിൽ നിന്ന് കേട്ടത് വഴി ചെറിയൊരു പ്രസംഗം വീണ്ടും പറയുന്നു. ദോഷിയായിരിക്കുന്ന പാപിയായിരിക്കും നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രനെ ദൈവം അയച്ചിരിക്കുന്നു. അതേ, പാപിയായിരിക്കും നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നമ്മൾ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കാനുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം മാത്രം അല്പസമയം ഇവിടെ ഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉന്നത ഭാവങ്ങളെ ഒന്ന് താഴ്ത്തിക്കൊള്ളണമേ. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം മായയല്ലയോ, നമ്മുടെ ലാവണ്യവും നമ്മുടെ യൗവനവും മായയല്ലയോ, നമ്മുടെ സമ്പത്ത് മായയല്ലയോ, നമ്മുടെ ആയുസ്സും മായയല്ലയോ? ഇതാ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം അവസാനിച്ചു പോവുകയാണ്. നിങ്ങളുടെ സമ്പത്ത് എന്താണ്? പമ്പയാറ്റിലെ വെള്ളം പറ്റിയാലും തീർന്നു പോകത്തില്ലെന്ന് പറഞ്ഞ സമ്പത്ത് നിങ്ങളെ വിട്ട് ഒഴുകി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സൗന്ദര്യത്തില് അഹങ്കരിച്ച സഹോദരിമാരെ, ആരോഗ്യത്തിൽ അഹങ്കരിച്ച യൗവനക്കാരെ, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സൗന്ദര്യവും ഇല്ലാതെയായിട്ട് തീരത്തില്ലയോ? അതായത് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മായയാണെന്ന് നമുക്കറിയാം. അതായത് മാഞ്ഞു പോകുന്നതായിരിക്കുന്ന നമ്മുടെ വ്യർത്ഥമായിരിക്കുന്ന ജീവിതം വിട്ട് ഒരു നാൾ ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുമെന്നും, മരിച്ചതിന് ശേഷം നമ്മളെല്ലാം മായയല്ലാത്ത ഒരു ശരീരം, അതായത് നശിച്ചു പോകാത്ത ഒരു ശരീരം പ്രാപിച്ചുകൊണ്ട്, ആത്മീയ ശരീരം പ്രാപിച്ചുകൊണ്ട് ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പില് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽപ്പാനായിട്ട് നിൽക്കുമെന്നും, അന്ന് പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ചെയ്ത എല്ലാ, അതായത് മായയായിരിക്കുന്ന ലോകത്തിൽ ചെയ്ത എല്ലാ വ്യർത്ഥവും പാപവുമായിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി അവൻ നമ്മളെ സ്വർഗവാസത്തിന് യോഗ്യമല്ലാതായിട്ട് കണ്ടതുവഴി നമ്മളെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും എന്നുള്ള സത്യം ഞങ്ങൾ അറിഞ്ഞിരിക്കെ നിങ്ങളോട് ഘോഷിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവരും ഒന്ന് കേട്ടുകൊള്ളുവനെ. നിങ്ങൾ ഏത് ജാതി മതസ്ഥരായാലും ശരി, ഏത് പാരമ്പര്യത്തിൽ നിൽക്കുന്നവരായാലും ശരി, നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ മുമ്പിൽ നിന്ന് ഇതാ മാഞ്ഞുപോയ അനേക വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അനേക വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതാ ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നു. നാമും ഒരു ദിവസം ഈ മൺശരീരം വിട്ട് പോകുമെങ്കിൽ, ഈ മായയായിരിക്കുന്ന ലോകത്തുനിന്ന് നമ്മൾ മാറ്റപ്പെടുമെങ്കിൽ, മായയല്ലാത്തതും എന്നേക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതുമായിരിക്കുന്ന രണ്ട് രാജ്യം ഈ ഭൂമിയുടെ അപ്പുറം ലോകാവസാനത്തിന് ശേഷമുണ്ട്. ഒന്ന്, എന്നേക്കും നിലനിൽക്കുന്നതും സന്തോഷത്തിന്റെ മകുടവുമായിരിക്കുന്ന ദൈവത്തോടു കൂടിയുള്ള സ്വർഗീയവാസം. രണ്ട്, പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യ നരകമായിരിക്കുന്ന അനുഭവങ്ങള്. പ്രിയപ്പെട്ട, ഈ രണ്ട് അനുഭവങ്ങൾ മാത്രമാണ് നിത്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. ഈ ഭൂമി നിത്യമല്ല, അത് മായ്ക്കപ്പെടുന്നതാണ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഒരു ദിവസം അപ്രത്യക്ഷമാകുമെങ്കിലും പ്രിയപ്പെട്ടവരെ, സമ്പത്തിൽ ഉന്നത ഭാവം കാണിക്കുന്നവരൊക്കെ, സമ്പത്തിൽ പ്രശംസിക്കുന്നവരൊക്കെയും അതേ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ്? ഇല്ലാതെയായിട്ട് തീരുമ്പോൾ നിന്നാപാത്രമായിട്ട് തീരും. സൗന്ദര്യത്തിൽ അഹങ്കരിച്ചവരൊക്കെയും സൗന്ദര്യം മാറിപ്പോകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമായിട്ട് തീരും. ആരോഗ്യത്തിൽ അഹങ്കരിച്ചവരൊക്കെയും അവന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ്? നിന്നാപാത്രമായിട്ട് തീരും. പ്രിയപ്പെട്ട, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും അനവധി പേരുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തിയതാണ്. എന്നാൽ ഒരിക്കലും നിന്ദിക്കപ്പെടാത്തതും ഒന്നേക്ക് നിലനിൽക്കുന്നതുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യമായതും എന്നേക്ക് നിലനിൽക്കുന്നതുമായിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആകയാൽ എനിക്കറിയാം, ഞാൻ ക്രിസ്തീയ മതവിശ്വാസികൾ കേൾക്കുവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റുള്ളവരെന്നെ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടടാ, ഞങ്ങൾ പണ്ട് തൊട്ടേ പാരമ്പര്യ പ്രകാരം പുരാതന കാലം മുതൽ യേശു ക്രിസ്തുവിലല്ലയോ? അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞില്ല. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ല. ആ യേശു ക്രിസ്തുള്ള പാപമോചനം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുമില്ല. ആകയാൽ യേശു ക്രിസ്തുള്ള പാപമോചനം നേടിയ ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നത്, നിങ്ങൾ ഇതേവരെ പാപമോചനം നേടിയിട്ടില്ല. ഈ മായയായിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾ മായാ ലോകത്തിൽ അകപ്പെട്ട് ആ സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങൾ ഓരോരുത്തരും നരകവിധിയിലേക്കാണ് പോകുന്നത്. ആകയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനോടുള്ള ആർദ്രത, ദൈവത്തിന്റെ ആർദ്രത നിമിത്തം ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നമുക്കൊരു സ്ഥിരവാസമില്ല. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനുശേഷം എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മറ്റൊരു ശരീരം ധരിച്ചുകൊണ്ട് ദ്രവിച്ചു പോകാത്തതും തീയിലിട്ട് കഴിഞ്ഞാൽ
എന്താണ് ചാരമായിട്ട് പോകാത്തതും വെള്ളത്തിൽ വീണാല് അഴുകാത്തതുമായിരിക്കുന്ന ദ്രവത്വമില്ലാത്ത ഒരു ശരീരം പ്രാപിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ടും അവൻ നമുക്ക് വേണ്ടി മരിച്ചവനായതുകൊണ്ടും അവൻ നമ്മളോട് കരുണയുള്ളവനായതുകൊണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തിനാണ് പാപത്തിൽ തുടരുന്നത്? എന്തിനാണ് ജീവിതത്തിൽ ഇങ്ങനെ അലന്നുഴലുന്നതിന്റെ ആവശ്യം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സമാധാനത്തിന്റെ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പാപമോചനം വേണമെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തോടുള്ള ഒരു വാസം ആഗ്രഹമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളോട് പറയുകയാണ്, ഇതാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്താണ്? ഇന്നലെ ജനിച്ചവരല്ലയോ, നാളെ മരിച്ചു പോകുന്നവരല്ലയോ, പുഴുക്കളല്ലയോ? എന്നാൽ നോക്കുവിന് നമ്മുടെ അഹങ്കാരം എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ പറയുന്നു, നോക്കുവിൻ, നമ്മൾ ഓരോ ദിവസം കുടിക്കുന്ന വെള്ളത്തെ സൃഷ്ടിച്ചവന്, നമ്മളെ ഓരോ ദിവസം അനുഭവിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ചവന്, ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് കാലുകുത്തി നിൽപ്പാനായിട്ട് ഈ ഭൂമിയെ നമുക്ക് ഉണ്ടാക്കി തന്നവന് എത്ര താഴ്മയും വിനയമുള്ളവനാണ്. അവൻ ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ പോലുള്ള പാപികളുടെ കരങ്ങളാൽ അടിയേറ്റ്, നമ്മുടെ പാപികളായിരിക്കുന്ന മനുഷ്യരുടെ വായിലെ തുപ്പലേറ്റ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കഷ്ടം സഹിച്ചിട്ടും എന്റെ പ്രിയപ്പെട്ട അവരിലേക്കൊന്ന് ശ്രദ്ധിപ്പാൻ പോലും, ഈ യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് തിരിക്കാൻ പോലും നമുക്ക് കഴിയാത്തത് എന്ത്? ആട്ടെ, ദൈവത്തിൽ നിങ്ങളെ പറ്റി ഭാരമുണ്ട്. ഒരപ്പൻ തന്റെ മകൻ പാപം ചെയ്യുമ്പോൾ വേദനിക്കുന്ന പോലെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും വേദനിക്കുന്നുണ്ട്. അവനൊരു അപ്പനായതുകൊണ്ടാ, അവനൊരു പിതാവായതുകൊണ്ടാ എന്റെ കുഞ്ഞുങ്ങളെ മടങ്ങി വരുമെന്ന് അവൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പാപത്തിന്റെ പ്രവൃത്തികളെ വിട്ട് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പാന് അവൻ നമ്മളോട് ഓരോരുത്തരോടും പേര് ചൊല്ലി വിളിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും പേര് ചൊല്ലി അവൻ വിളിക്കുകയാണ്. എന്റെ അടുക്കലേക്ക് വരുവിന്, എന്റെ മകന്റെ, എന്റെ പുത്രന്റെ അടുക്കലേക്ക് വന്ന് രക്ഷ പ്രാപിപ്പാനെന്ന് ദൈവം സകല ജാതികളോടും ഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തിന്റെ കരുണാധിക്യം ഗ്രഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിച്ചതിന് ശേഷമുള്ള നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയാണ്, എന്റെ പുത്രന്റെ അടുക്കലേക്ക് വരുവിൻ. അതെന്താണ്? യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാലുള്ള ഗുണം എന്താണ്? അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം. അയ്യട മനമേ, അപ്പൊ ചിലര് പറയണടാ, അധ്വാനിക്കുന്ന കൂലിക്കാരുടെ അടുത്ത് പോയി പ്രസംഗിക്കടാ. ഞങ്ങളൊക്കെ അധ്വാനിക്കാതെ ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് കൊണ്ട്, അതിന്റെ പലിശ കൊണ്ട് രാജാക്കന്മാരെ പോലെ കഴിയുന്ന ഞങ്ങൾ അധ്വാനിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കൂലിക്കാരോടല്ല പറയുന്നത്, പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് പ്രവേശിപ്പാൻ വേണ്ടി യാഗങ്ങളോ ബലികളോ ആചാരങ്ങളോ വഴിപാടുകളോ നോയമ്പുകളോ തീർത്ഥാടനങ്ങളോ പെരുന്നാളുകളോ വാവുകളോ ശബ്ബത്തുകളോ പുരോഹിതന്മാരെ ആശ്രയിക്കുകയോ ചെയ്ത എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ എന്റെ അടുക്കൽ വരണമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സമ്പന്നനായാലും ദരിദ്രനായാലും രാജാവായാലും ക്രിസ്തീയ മതമായാലും ഹിന്ദു മതമായാലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ ഞാൻ സ്വർഗത്തിൽ നയിച്ച ഏക വ്യക്തി എന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കടന്നു വന്നിട്ടല്ലാതെ അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരല്ലയോ? അവന്റെ മുമ്പിൽ ജാതിയുണ്ടോ? അവന്റെ മുമ്പിൽ മതമുണ്ടോ? അവന്റെ മുമ്പിൽ സമ്പന്നന്മാരും ദരിദ്രന്മാർക്കും പ്രത്യേകം കാറ്റഗറി ഉണ്ടോ? ഇല്ല. അവന്റെ വചനം ഇങ്ങനെയല്ലയോ നമ്മളോട് പറഞ്ഞിരിക്കേണ്ട, ഒരുത്തം പോലും നല്ലവനില്ലെന്നല്ലയോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അല്ലയോ സമ്പന്നനായിരിക്കുന്നവനെ നീയും നല്ലവനല്ല, അല്ലയോ ദരിദ്രനായിരിക്കുന്നവനെ നീയും നല്ലവനല്ല, അല്ലയോ ക്രിസ്തീയ മതവിശ്വാസിയെ പുരോഹിതന്മാരെ നീയും നല്ലവനല്ല, അല്ലയോ ഹിന്ദു മതവിശ്വാസിയെ നീയും നല്ലവനല്ല. പിന്നെ ആരാണ് നല്ലവൻ? നല്ലവനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്, യേശുക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നല്ലതല്ലാത്ത നമ്മളെ നല്ലതാക്കാനാണ് ദൈവം യേശുക്രിസ്തു മുഖാന്തരം സുവിശേഷത്തിൽ വിളിക്കുന്നത്. പക്ഷെ നിന്റെ ഉന്നത ഭാവം എവിടെ കൊണ്ടുപോകുന്നു? നിന്റെ നഗള ഹൃദയം നിന്നെ എവിടെ കൊണ്ട് നിർത്തുന്നു? അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ നഗള ഹൃദയങ്ങൾ ഒരു ദിവസം താണു പോകും. പുരുഷന്മാരെ, നിങ്ങളുടെ നഗളിച്ച കണ്ണുകൾ താണു പോകും. നിന്റെ ഉന്നത ഭാവങ്ങൾ നിലം പരിശാകുന്ന ഭയങ്കരവും വലുതുമായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കാൻ ഒരു ശ്വാസമായിട്ട് ഒടുക്കപ്പെട്ട മനുഷ്യനെ നിന്റെ ഉന്നത ഭാവങ്ങളെ താഴ്ത്തി എന്റെ അരിക്കൽ വരുവാനാണ് കർത്താവ് പറയുന്നത്. ആകിയാൽ ആർക്കെങ്കിലും ആശ്വാസം വേണമോ? ഞാൻ അവിടെ കൊണ്ട് ഈ ഭാഗം നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളോടുള്ള വാഗ്ദത്തം എന്തെന്നറിയാമോ? നിങ്ങളുടെ സമ്പത്ത് തരുന്നതല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നടത്തുന്നുവോ, നിങ്ങൾ ദേശത്ത് നിങ്ങളെ അധികാരം പ്രാപിക്കുവാനോ, അതിനൊന്നുമല്ല ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത്. അതിന്റെ ഒറ്റ പദ്ധതിയുള്ള പ്രിയപ്പെട്ടവരെ, പാപമോചനം. എന്നാൽ നിങ്ങൾ അനേകരും പാപമോചനം നേടാതെ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ പാപികളും ദോഷികളുമായിട്ട് തുടരുന്ന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ പാരമ്പര്യം എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാര് പാപികളാണ്, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാര്
പാപികളാണ്, നിങ്ങളും പാപികളാണെന്നുള്ളതിനപ്പുറം എന്ത് പ്രിയപ്പെട്ട പാരമ്പര്യം നമുക്കുണ്ട്? നമ്മുടെ പാരമ്പര്യപരമായിരിക്കുന്ന പിതൃമഹാത്മ്യം ഇത് മാത്രമാണ്. എന്താണ്? പാപികളാണ്, ദോഷികളാണ്, ബലഹീനരാണ്. എന്നാൽ നിങ്ങളുടെ നാവ് തന്നെ നിങ്ങളെ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാണ് വിധിച്ചതെന്നറിയാമോ? ദൈവമേ, നീ ബലവാനാകുന്നു, നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ നിങ്ങളുടെ വിധിയും നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകവിധിക്ക് ഞങ്ങൾ യോഗ്യനാണെന്നാണ്. എന്നാൽ ദൈവം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ ആഗ്രഹമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് രസം പോരാ. ഞാൻ എന്നെ പോലെ ഒരുവൻ വന്നിട്ട് ഇങ്ങനെ അധികാരത്തോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് രസിക്കുന്നില്ല. അതൊക്കെ എനിക്ക് അറിയാൻ പ്രിയപ്പെട്ടവരെ. പണ്ട് യേശുക്രിസ്തുവും അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവനെ കൊന്നുകളയാനായിട്ട് അവരെന്താണ് പീലാത്തോസിനോട് അപേക്ഷിക്കുമ്പോൾ അവർ പറഞ്ഞത് കാര്യം എന്താണെന്ന് അറിയാമോ? ഇവൻ ആ മറിയയുടെ സന്തതിയല്ലയോ? ഇവന്റെ സഹോദരന്മാര് നമ്മളോട് കൂടെ ഇല്ലയോ? ഇവന്റെ അമ്മ പ്രസവിച്ച സഹോദരിമാരില്ലയോ? ഇവൻ ജോസഫിന്റെ സന്തതിയല്ലയോ? ഇവൻ ഒരു അച്ഛനല്ലയോ? ഇവൻ ഞങ്ങളുടെ രാജാവായിട്ടിരിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ വിചാരം എന്താണ്? ഇവിടെ അടുത്തൊരു മഹാസമ്പന്നൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ദൈവം എന്നെ അവന്റെ അടുക്കലേക്ക് വിട്ടു. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, വിജയ, നീ എന്തിനാണ് ഇങ്ങനെ വന്ന് പറയുന്നത്? നീ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പുരോഹിതന്റെ കുപ്പായം ഇട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. പണ്ട് യെശയ്യാവും യെരമ്യാവും സകല പ്രവാചകന്മാരും യഹൂദന്മാരോട് അവരുടെ പാപത്തെ പറ്റി ബോധ്യപ്പെടുത്തിയപ്പോൾ അവരത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുക്രിസ്തു എന്ന അവരുടെ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു പറഞ്ഞിട്ടും അവരുടെ പുരോഹിതന്മാരെക്കാൾ ഉപരി ദൈവത്തെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ അധികാരപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങേയറ്റം ആർദ്രതയോടും മനസ്സലിവോടും കൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ കേട്ടുകൊള്ളും പ്രിയപ്പെട്ടവരെ, ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നാളെ മടങ്ങി വരികയും നിങ്ങൾ മരിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ ഇതേപോലെ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ആര് രക്ഷിക്കും? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ഏൽപ്പാൻ കണ്ണുനീരോടുകൂടെ നിങ്ങൾ നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകാതിരിപ്പാന് നിങ്ങളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ പാപമോചനം പറയുവാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾക്ക് ഒരു അറിവുണ്ട് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവരായതുവഴി സ്വർഗത്തിലെ കാര്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുവൻ അവന്റെ പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ അവൻ കടന്നു പോകുന്നത് ന്യായവിധിയിലേക്കാണ്, അവൻ നരകാഗ്നിയിലേക്കാണ്. ഇന്നേവരെ നിങ്ങളുടെ മുമ്പിൽ കടന്നുപോയ മരിച്ചുപോയ എല്ലാവരെയും നിങ്ങൾ ലോകാവസാന ദിവസം മുഖാമുഖം കണ്ടെത്തുന്ന ദിവസമുണ്ട്. അന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ അവന്റെ രഹസ്യങ്ങളെ, നിന്റെ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്തവരായതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് പ്രാബല്യമുള്ളത്. നമ്മളെല്ലാവരും പാപം ചെയ്തവരായതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശുക്രിസ്തു തന്റെ തിരുരക്തം ഭൂമിയിൽ ചൊരിയപ്പെട്ടതെന്നറിയാമോ? നമ്മളെ പോലുള്ള പാപികളെ രക്ഷിപ്പാന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ പോലുള്ള പാപികളെ ആ നിർമ്മല രക്തത്തിൽ കഴുകി നമ്മളെ ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമാക്കി സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കേണ്ടതിന് ദൈവത്തിന്റെ നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹമാണ്, അനുഗ്രഹമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ യേശുക്രിസ്തുവിനുള്ളൂ. ആ രക്തത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ പാപമോചനം നേടണം. എന്നാൽ എന്നെ കേൾക്കുന്ന ക്രിസ്തീയ മതവിശ്വാസിയെ, നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിട്ടില്ല. നിങ്ങൾ പാപികളായിട്ട് ദോഷികളായിട്ട് ഇന്ന് മരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് കഠിനമായിരിക്കുന്ന നരകവിധിയാണ്. യഹൂദനായാലും ശരി, യവനായാലും ശരി, നമ്മളായാലും ശരി, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ നമുക്ക് പാപമോചനമില്ലാത്തത് കൊണ്ട് ആ യേശുക്രിസ്തുവിനുള്ള പാപമോചനം മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? ആ സ്നേഹം മാത്രം ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിച്ചോട്ടെ. ആ സ്നേഹം എന്താണ്? ഇതാ റോമാലേഖനം നമ്മളോട് പറയുന്നു, പൗലോസ്ലീഹ നമ്മളോട് പറയുന്നു, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കാല് ദൈവത്തിന് നമ്മളോട് സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നോക്കുവിൻ, ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നത്? ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നുള്ള വചനത്തിന്റെ അർത്ഥം എന്താണ്? നാം ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ പറയും ദൈവത്തിന്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ആളാണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുരോഹിതന്മാർ ഉൾപ്പെടെ ദൈവത്തിന്റെ 1-ാം നമ്പർ ശത്രുക്കളാണ്. കാരണം എന്താണ്? അവർ പാപിയായതുകൊണ്ട്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് പാപിയായിരിക്കുന്നവൻ പുരോഹിതനായാലും ശരി, ഏത് അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും ശരി, നിങ്ങൾ പള്ളി പണിയുവാനോ ചാരിറ്റി വർക്കിന് വേണ്ടോ കോടാനുകോടി രൂപ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ശത്രുക്കളാണ്. കാരണം നിങ്ങൾ പാപികളാണ്. അതിന്റെ കാരണം എന്താണ്? ദൈവം പാപമില്ലാത്തവനായതുകൊണ്ട്. നോക്കുവിൻ, പാപികളായിരിക്കുന്ന ദൈവത്തിന് ശത്രുക്കളായിരിക്കുന്ന നമ്മളെ പാപമോചനം തന്ന് ദൈവത്തിലേക്ക് ചേർത്ത് നമ്മളെ നരകാഗ്നിയിൽ രക്ഷിപ്പാൻ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു നിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഗോൽഗോഥാ മലമുകളിലേക്ക് പോയി. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശം തോളിലേറ്റിക്കൊണ്ട് അവൻ ആ ഗോൽഗോഥാ മലമുകളിലേക്ക് വേച്ച്
പോകുമ്പോൾ അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ട് അവന്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചിതറപ്പെട്ടവനായിട്ട് പാപികളായിരിക്കുന്ന റോമൻ പടയാളികളുടെയും യഹൂദ പുരോഹിതന്മാരുടെയും പുരുഷന്മാരുടെയും വായിലെ നിന്ദ്യമായിരിക്കുന്ന തുപ്പലേറ്റ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ നിന്നയേറ്റ് ഇതാ ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപഭാരമല്ലേ അവൻ ചുമന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടല്ലേ അവൻ വഹിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ചുമടേറ്റത് വഴിയല്ലേ അവൻ നിന്നയേൽക്കേണ്ടി വന്നത്? അങ്ങനെ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് പോകുമ്പോഴും പത്രോസ്ലീഹ നമ്മളോട് പറയുകയാണ്, സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂസിന്മേലേക്ക് കയറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടാണ് യേശുക്രിസ്തു ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ പാപം ചുമന്നത് വഴി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകരക്കാരനായിട്ട് മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടെ തെളിച്ച് പറയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിന്റെ കടം ആ ക്രൂസിൽ വെച്ച് വീട്ടപ്പെട്ടതാണ്. എന്നിട്ടും പാപമോചന ചീട്ടിടേണ്ട ഗതികേടിലേക്ക് നമ്മൾ വന്നല്ലോ. നമ്മൾ ആ ക്രൂസിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്നും പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് മറ്റൊരു പ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കടം വീട്ടിക്കഴിഞ്ഞതാണ്. നിന്റെ പാപത്തിന്റെ കടം ക്രൂസിൽ വെച്ച് മായ്ച്ചു കളഞ്ഞതാണ്. അത് വിശ്വസിപ്പാൻ മാത്രമാണ് സുവിശേഷം നിങ്ങളോട് കൽപ്പിക്കുന്നത്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി ഇനി നമ്മുടെ പാപം അവിടെ കണക്കിടുന്നില്ല. പക്ഷെ നിനക്കത് കിട്ടിയിട്ടില്ല, കാരണം നീ അത് അംഗീകരിച്ചില്ല, നീ അത് വിശ്വസിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ ക്രൂസിന്മേലുള്ള ആ മഹാജയം മാത്രമാണ് പറയുന്നത്. ആ യേശുക്രിസ്തു ക്രൂസിൽ മരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യനും ദൈവത്തിനും തമ്മിലുള്ള ശത്രുത്വത്തിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? തിരശ്ശീലയാകുന്നു. ആ തിരശ്ശീല എന്ന് തൊട്ട് തുടങ്ങുന്നു? ആദം പാപം ചെയ്യുന്ന നാൾ മുതൽ ഇന്നേക്ക് ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ശത്രുത്വം ദൈവവും മനുഷ്യനും തമ്മിൽ ആരംഭിക്കുന്നത്. ആദ്യത്തെ മനുഷ്യൻ തന്നെ പാപം ചെയ്ത് ദൈവത്തിനെ ശത്രുവാക്കി തീർത്തപ്പോൾ, അവൻ സാത്താന്റെ സന്തതിയായിട്ട് പാപം ചെയ്ത് രൂപാന്തരം ചെയ്യപ്പെട്ടപ്പോൾ ദൈവമാണ് ഈ തിരശ്ശീല നടുവേ മനുഷ്യന്റെയും ദൈവത്തിന്റെയും നടുവിലായിട്ട് തിരശ്ശീല തൂക്കിയത്. ആ തിരശ്ശീലയാണ് ദൈവവും നമ്മൾ തമ്മിൽ ശത്രുത്വമുണ്ടെന്നൊരു തെളിവ്. ഇപ്പോഴും പള്ളികളിൽ തിരശ്ശീല ഇടുമ്പോൾ പാപികളായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾക്ക് തന്നെ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ തിരശ്ശീല യേശുക്രിസ്തു ക്രൂസിൽ മേൽ വെച്ച് രണ്ടായിട്ട് കീറിക്കളഞ്ഞെന്നുള്ള സത്യം നിങ്ങൾ അറിയണം. അതെ, അവൻ ക്രൂസിൽ മരിക്കുമ്പോൾ ഈ തിരശ്ശീല ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം എന്ന തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെയും രണ്ടായിട്ട് കീറപ്പെട്ടത് വഴി ഏത് പാപിക്കും ആ സൗജന്യമായിരിക്കുന്ന രക്ഷയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇത് അവസരമുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നമ്മുടെ പാപത്തിന്റെ കടം വീട്ടിയല്ലോ. അപ്പോൾ നോക്കുവിനെ, കഴിഞ്ഞ ദിവസം ഒരു മർത്തോമാ സഭാവിശ്വാസിയായിരിക്കുന്നവൻ എന്നോട് ഈ കാര്യങ്ങളെ പറ്റി തർക്കിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് കടം വീട്ടിയതാണ്, പക്ഷെ നിനക്കത് പ്രാപിപ്പാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അതിന്റെ തലേ ദിവസമോ തലയാഴ്ചയോ അദ്ദേഹം അവിടെ കണ്ട് അല്പം വസ്തു മേടിച്ചിരുന്നു. അല്ല, 2 മാസം മുമ്പ്. അത് അന്നാണ് പേര് കൂട്ടി കിട്ടിയെന്ന് എന്നോട് പറഞ്ഞു. നോക്ക് പ്രിയപ്പെട്ട, നിങ്ങൾ ഈ തീയാടികൾ ദേശത്ത് 10 സെന്റ് സ്ഥലം മേടിച്ചെന്ന് കൂട്ടിക്കും. 1 സെന്റിന് 5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ 10 സെന്റ് സ്ഥലം മേടിച്ചു. 50 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തു. അതെന്താണ്? രജിസ്ട്രാർ ഓഫീസിൽ പോയി അത് ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിന്റെ പണവും കൊടുത്തു, ആധാരം രജിസ്റ്റർ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് പേര് കൂട്ടി എടുക്കാതെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു വസ്തു, ഒരു വീട് വെക്കാനൊക്കത്തില്ല. അത് പേര് കൂട്ടി എടുക്കാതെ നിങ്ങൾക്ക് ആ വസ്തുവിൽ എന്താണ് ആ കയറി പ്രവർത്തിക്കാനും കഴിയാത്തത് വണ്ണം നോക്കുമ്പോൾ നിങ്ങൾ പണം കൊടുത്തതുകൊണ്ടോ നിങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്തുകൊണ്ടോ പേര് കൂട്ടി കിട്ടാതെ ആ വസ്തു നിങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയാത്തതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ആ ക്രൂസിൽ വെച്ച് തീർത്തുവെങ്കിലും, നമ്മുടെ പാപപരിഹാരം ക്രൂസിൽ നിവർത്തിച്ചുവെങ്കിലും, ഇന്ന് വരെ പാപമോചനം നേടുവാൻ കഴിയാതിരുന്ന കാര്യം അത് നിങ്ങളുടെ പേരിലേക്ക് കൂട്ടിയില്ല. നിങ്ങൾക്ക് അത് അവകാശമായിട്ട് തീരുവാനും കഴിഞ്ഞിട്ടില്ല. അത് അവകാശമായിട്ട് തീരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്താണ് ഈ മാനസാന്തരം? ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. ഇന്നേ വരെ പാപമോചനം കിട്ടാത്ത പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും നമ്മളെന്താണ് പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവവുമായിട്ട് അംഗീകരിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരം. ഞാൻ ഇനി ഇവനെ ആരാധിക്കത്തുള്ളൂ. ഇനിയും പാപിയായിരിക്കുന്ന ഒരു പുരോഹിതനെ ഞാൻ തിരുമേനി എന്ന് വിളിക്കത്തില്ല. പാപിയായിരിക്കുന്ന നരകത്തിലേക്ക് പോകാൻ സ്വയം വിധിക്കപ്പെട്ട ഒരു പുരുഷനെ നോക്കി ഞാൻ ഇനിയും പിതാവേ എന്ന് വിളിക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, പിതാവായിട്ട് ഒരുവനേ ഉള്ളൂ, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കല്ല. ആത്മീയമായിട്ട് നിങ്ങൾ ഒരു മനുഷ്യനെ നോക്കി പിതാവേ എന്നോ തിരുമേനി എന്ന് വിളിച്ചാൽ എന്റെ അർത്ഥം ദൈവമെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവമെന്ന് ഏക പരിശുദ്ധൻ നിങ്ങൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ മരിച്ചു പോകുന്ന മറ്റ് പാപികളായിരിക്കുന്ന ദൈവങ്ങളെ കൂടെ നിങ്ങൾ അംഗീകരിച്ച് അവന്റെ മുമ്പിൽ നിങ്ങൾ തലകളെ വണക്കുമ്പോൾ
ഇപ്പോൾ ദൈവത്തിന്റെ ക്രോധം എന്താണ് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നരകവിധിയിലേക്കുള്ള വഴി എന്താണ് പരസ്യമായിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ തെറ്റായിരിക്കുന്ന പ്രവണതകളെ നിങ്ങൾ നീക്കിക്കളയണം. യേശുക്രിസ്തുവിനെ അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. യേശുക്രിസ്തു അല്ലാതെ പാപമില്ലാത്ത ഒരുവൻ ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടും അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനെ മാത്രമേ നിങ്ങൾ കുമ്പിടാവൂ എന്നുള്ള നിയമത്തിലേക്ക് വരണം. അതിനുശേഷം എന്താണ് ഞാൻ പറഞ്ഞത്, പാപമോചനം സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമാധാനത്തിന്റെ വഴി, ഈ സൗജന്യമായിരിക്കുന്ന രാജ്യം കരസ്ഥമാക്കണമെങ്കിൽ, പേര് കൂട്ടിയെടുക്കണമെങ്കിൽ അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിപ്പാന് നിങ്ങൾ ഒരു മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് സ്നാനമേൽക്കേണ്ടത്. അങ്ങനെ സ്നാനമേൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് എന്താണ് ഈ പേരിൽ കൂട്ടിക്കെട്ടുന്ന അനുഭവത്തിലേക്ക് വരാനൊക്കത്തുള്ളൂ. ആ വില്ലേജ് ഓഫീസറുടെ സൈൻ ആയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ സ്നാനത്തിലേക്ക് വരണം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വരുന്നതാണ് വീണ്ടും ജനനം, പാപമോചനം. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതറിയാമോ? കർത്താവ് എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് പ്രസംഗിക്കണം, ആരെങ്കിലും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവം പറയുന്നത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, അത് കേൾക്കുവാനും അനുസരിപ്പാൻ താഴ്മയുള്ളവർക്ക്, വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കുള്ള രക്ഷ കരസ്ഥമാക്കുവാന് നിങ്ങൾ ചിലരെ കൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ മടങ്ങി വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിലർ കൂടെ ദൈവരാജ്യം അവകാശമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നാനമേറ്റ് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ആദമിന് നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗീയവാസത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഇതിനാണ് സ്വർഗത്തിലേക്കുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്നാനമേറ്റവര് അനേകർ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ വീണ്ടും പഴയ പള്ളികളിൽ പോയിട്ട് പാപികളായിരിക്കുന്ന ദോഷികളായിരിക്കുന്നവരോട് കൂടെ ഈ നിങ്ങളാണ് അപ്പം നുറുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു വിശുദ്ധനോ പാപിയോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് വേണം അപ്പം നുറുക്കുവാനും പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുർബാന കൊള്ളുവാന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം വിശുദ്ധനായതുകൊണ്ട് അവന്റെ മക്കളും വിശുദ്ധരായിട്ട് തീരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അവന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടല്ലാതെ പാപമോചനം നേടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നാനമേറ്റ് ഓരോരുത്തരും അവനെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പാപം ചെയ്യാതെ ആ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു കന്യക തന്റെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി പാപമില്ലാതെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അവൻ കടന്നു വരുമ്പോൾ, പാപികളെ അവൻ തള്ളി വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനോട് കൂടെ ദൈവരാജ്യം അവകാശമാക്കുവാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു വഴിയുമില്ല പ്രിയപ്പെട്ടവരെ, മറ്റൊരു വഴിയുമില്ല. ആകയാൽ ഉന്നത പാപങ്ങളെ താഴ്ത്തി നഗല ഹൃദയങ്ങളെ വിട്ട് പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ നിന്ന ചുമക്കുവിൻ. ഒരു കാര്യം കൂടെ പറയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൗലോസിക നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവനോട് കൂടെ മരിച്ചുവെങ്കിൽ നാം അവനോട് കൂടെ ജീവിക്കും, അവനോട് കൂടെ കഷ്ടം സഹിച്ചാൽ നമ്മൾ അവനോട് കൂടെ വാഴും. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് മരിക്കുക എന്നുള്ളത് സ്നാനത്തിലാണ്. ആ സ്നാനമേറ്റ വ്യക്തി യേശുക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കണം പ്രിയപ്പെട്ടവരെ, അവന്റെ നിന്ന ചുമക്കണം. ആ പൗലോസും ആ പത്രോസും മറ്റ് സ്ത്രീകന്മാരും കഷ്ടമേറ്റില്ലയോ, ഞങ്ങളും കഷ്ടമേൽക്കുന്നു. അതായത് ഇങ്ങനെ കഷ്ടമേറ്റവർക്ക് മാത്രമാണ് 1000 ആണ്ട് യേശുക്രിസ്തുവിന്റെ രാജ്യത്വം. നിങ്ങളുടെ ഈ രക്ഷയിൽ നിന്ന് തടയുന്നവരെല്ലാം നിങ്ങളുടെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങളുടെ ശത്രുക്കളാണ്. അതേ പ്രിയപ്പെട്ടവരെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല. അവർ നിങ്ങളുടെ മതത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ പാരമ്പര്യവും പൗരോഹികമായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന ഇടപാടുകൾ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരോട് കൂടെ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുവാൻ നിങ്ങളെ വിളിക്കുമ്പോൾ, സത്യം സംസാരിച്ച് ആ ദുഷ്ടലോകത്ത് നിങ്ങളെ വീണ്ടെടുക്കുന്ന ഈ സത്യസുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് എതിർ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ, എന്റെ ഓരോ പ്രസംഗത്തിനും നിങ്ങൾ കണക്ക് തീർക്കും. പ്രിയപ്പെട്ടവരെ, എന്റെയോ അല്ലയോ തീയാടിക്കൽ നിവാസികളെ, വിജയഗോപാലായിരിക്കുന്ന ഞാൻ പ്രസംഗിച്ച ഓരോ പ്രസംഗത്തിനും മരിച്ചതിന് ശേഷം എന്റെയും കർത്താവിന്റെയും മുമ്പിൽ നിങ്ങൾ കണക്ക് തീർക്കുന്ന നാളുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് അധികാരത്തോടെ സത്യം സംസാരിച്ചിരിക്കുന്നു. ആകിയാൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഉന്നത പാപങ്ങളെ താഴ്ത്തിക്കൊള്ളുവിന്, നഗല ഹൃദയങ്ങളെ വിട്ടുകളയുവിന്, പാരമ്പര്യങ്ങളും മതപരമായിരിക്കുന്ന ആചാരങ്ങളും വിട്ടുകളഞ്ഞ് നമ്മളെ വഞ്ചിച്ച് കളയുന്ന പൗരോഹിത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് അവന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൊള്ളുവിൻ. നിങ്ങളോട് ഒരിക്കൽ കൂടെ ദൈവം കൽപ്പിക്കുന്ന കൽപ്പന അറിയിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.